അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആരോഗ്യവും ആഫിയത്തും നമുക്ക് നൽകുമാറാവട്ടെ. സന്തോഷവും സമാധാനവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഇന്ന് ഈ യൂട്യൂബ് ചാനലിൽ വരാനുള്ള കാരണം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്രയാ നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നൂറെ ഹബീബ് തങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രതിപാദിക്കുന്നത്. അദ്ദേഹം നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യൻ, ശാന്ത സ്വഭാവക്കാരൻ, ആരെന്ത് പറഞ്ഞാലും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി. തനിക്ക് അറിവില്ല എന്നത് പോലും ജനങ്ങളോട് വിളിച്ച് പറഞ്ഞ് ഞാനൊന്നും അറിയാത്ത ആളാണ് എന്ന് പോലും പറഞ്ഞ് അദ്ദേഹം ആളുകളോട് സത്യാവസ്ഥ തുറന്നു പറയുന്നൊരു വ്യക്തി. കാരണം ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് വലിയ വിവരവുമൊന്നുമില്ല എന്നാണ് മൂപ്പരെ മനസ്സിലുള്ളത്. അത് ജനങ്ങളോട് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്യുന്നു. സത്യത്തിൽ പറഞ്ഞാൽ അതാണ് ശരിയായ അറിവ്. എനിക്കൊരു അറിവുമില്ല, ഞാനൊരു ജാഹിലാണ് എന്ന് ഞാൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അറിവ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പച്ച മാംസം കൊത്തി തിന്നുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതിന് നിങ്ങൾ ഇനി എന്നോട് പറഞ്ഞാലും എനിക്കത് പ്രയാസവുമില്ല. കാരണം തന്ത എന്ന് വിളിച്ചാലും പ്രശ്നമില്ല, കന്നടക്കാക്കാന്ന് വിളിച്ചാലും പ്രശ്നമില്ല. നിങ്ങളതൊന്നും ഞാൻ നോക്കുന്നില്ല, എനിക്ക് നോക്കാൻ സമയമില്ല, ഞാൻ റിപ്ലൈ തരികയുമില്ല. കാരണം എൻ്റെ മാതാപിതാക്കളൊന്നും അതിനെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ പഠിച്ചിട്ടുമില്ല. എൻ്റെ മരുമകനാണ് സയ്യിദ് ഹാമിദ് തങ്ങൾ. ഈ ഹാമിദ് തങ്ങളെ വല്ലാതെ പിച്ച് ചെയ്ത് തിന്നുമ്പോൾ അമ്മാമനായ എനിക്കും ഉണ്ടാകും ഒരു വിഷമം. കാരണം അദ്ദേഹം ചെയ്തു കൂട്ടുന്ന സൽക്രമങ്ങളൊന്നും നിങ്ങളെ കണ്ണിൽ നിങ്ങൾ കാണൂല. കാരണം നിങ്ങളെ മനസ്സിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പിച്ച് ചീന്തി വലിച്ചു നുറുക്കി കഷ്ടങ്ങളാക്കി കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സൈസ് എന്താണെന്നാ പറയാൻ പറ്റാത്ത രൂപത്തിലൊരു മനുഷ്യന്മാരാണ് നമ്മളെ പ്ലാറ്റ്ഫോമിലുള്ളത്, യൂട്യൂബർമാർ. അതിന് കച്ച കെട്ടിയിറങ്ങുന്ന കുറച്ച് സ്ത്രീകളുമുണ്ട്. എനിക്കൊരു കാര്യം അതിൽ പറയാനുണ്ട്. ആ പെണ്ണുങ്ങൾ ഈ പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. 8 മാസമായി ഞാൻ അയാളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്ര നല്ലൊരു സ്ത്രീയാണ് ആ പെണ്ണെങ്കിൽ എന്തിന് 8 മാസം വരെ കാത്തിക്കേണ്ട ആവശ്യം? ജനുവരി 31 അത്ര ഈ സ്ത്രീ ഈ തങ്ങളുമായിട്ട് ചാറ്റിങ് നിർത്തുന്നത്. എന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമല്ല എന്ന് പറഞ്ഞ് തെറ്റുന്നത്. അപ്പോൾ തങ്ങളെ കയ്യിൽ നിന്ന് എന്തോ എന്ന് കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ തങ്ങളുമായിട്ട് ചാറ്റിങ് തുടങ്ങിയത്. അതാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ തങ്ങളെന്തോ ആവട്ടെ, തങ്ങൾക്ക് ചാറ്റിങ് ചെയ്യാൻ സമയമില്ല. തങ്ങൾക്ക് ഒരു പെണ്ണിനോട് ചാറ്റിങ് ചെയ്യാനല്ല, ഫോൺ ചെയ്യാൻ പോലും സമയമില്ല. അങ്ങനെ ഒരു പെണ്ണുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ 1 2 വർത്താനം ഭാര്യയോട് സംസാരിക്കും. അത് ഫോണിലൂടെ ആ കാറിന് സംസാരിക്കും. എവിടെയുള്ളത്, എന്താണ്, ഞാൻ വരുമ്പോൾ ചായ ആക്കിയെന്ന്. ഈ ഒരു വർത്താനമല്ലാതെ മറ്റ് പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഈ നൂറെ ഹബീബിൻ്റെ ഈ മജ്ലിസ് കാണുന്ന ആരോടെങ്കിലും അദ്ദേഹം ചാറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ ചെയ്യാറുണ്ടോ? നിങ്ങൾ പറയണം. നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾക്കറിയാം തങ്ങളുടെ സ്വഭാവം. ആ സ്വഭാവം അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയുടെ കണക്കും അദ്ദേഹം നിങ്ങളോട് തന്നെ വിളിച്ചു പറയും. അതാണ് യൂട്യൂബർമാർക്ക് പറ്റുന്ന തെറ്റ്. യൂട്യൂബർമാർക്ക് പൊള്ളുന്നത് അതാണ്. തങ്ങൾ ഒരു സംഗതി ചെയ്താൽ അത് അഡ്മിന്മാരോടും നൂറെ ഹബീബിൻ്റെ മുത്തുമണികളോടും പറയും, ഞാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഞാനിങ്ങനെ വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്,
നിങ്ങൾ അഭിപ്രായം എന്താണ് എന്ന് നൂറെ ഹബീബിൻ്റെ മുത്തുമണികളോട് ചോദിച്ചിട്ടേ തങ്ങൾ പാപ്പ എന്തും ചെയ്യാറുള്ളൂ. ഇനി നിങ്ങൾ കൊടുത്ത 1 രൂപയാണെങ്കിലും അത് നൂറെ ഹബീബിൻ്റെ മജ്ലിസിൽ അദ്ദേഹം പറയും, ഇത്ര പൈസയോളം കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം, എത്തിക്കുട്ടികളെ കല്യാണത്തിന് കിട്ടിയ പൈസയാണ്, ഇത്ര രൂപയുടെ സ്വർണം വാങ്ങിയിട്ടുണ്ട്, ഇത്ര പൈസ ഇന്നൊരു ഭാഗത്തേക്ക് ചിലവഴിച്ചിട്ടുണ്ട്, എല്ലാ കണക്കും നൂറെ ഹബീബിൻ്റെ ചാനലിൽ അദ്ദേഹം പറയാറുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് മക്കളെ നിങ്ങൾ അദ്ദേഹത്തിങ്ങനെ പച്ച കയറി തിന്നുന്നത്? അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? നമ്മളെപ്പോലെയുള്ള വിചാരങ്ങളും വികാരങ്ങളൊക്കെ അദ്ദേഹത്തിനുമില്ലേ? ഭാര്യയും മക്കളുമില്ലേ? കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ അദ്ദേഹം? അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നത്? നമുക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്നുണ്ടോ? നമ്മൾ സ്വയം ചിന്തിക്കണം. എന്നെപ്പോലെയാണ് അദ്ദേഹവും. അദ്ദേഹത്തിന് വിവരമില്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് അദ്ദേഹത്തിൻ്റെ ഹൈറാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന സ്വലാത്ത് ഈ കേരളത്തിലല്ല, ലോകമൊത്തം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത്രയും ആളുകൾ സ്വലാത്തുകൾ ചൊല്ലി ഹബീബിൻ്റെ ചാരത്തിലേക്കാണ് എത്തിക്കുന്നത്. ആ സ്വലാത്ത് പോരെ അദ്ദേഹം വിജയിക്കാൻ വേണ്ടിയിട്ട്? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരിങ്ങനെ വേട്ടയാടുന്നത്? ഇനി നമ്മളൊരു കാര്യം പറയാം, ഈ ലോകത്ത് ആർക്കാ വിവരമുള്ളത്? വിവരമുള്ള ആളുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമിൻ്റെ ഇൽമാണ്, മദീന ഇൽമാണ്, അലി വ ബാബുഹ, അതിൻ്റെ കവാടം അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞെങ്കിലും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ നബിയെ തങ്ങൾ പറയുക, റബ്ബി സിദ്നി ഇൽമ, എനിക്കിനി ഇൽമ ഏറ്റി തന്നെ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഖുർആൻ പറയുന്നത്. റബ്ബി സിദ്നി ഇൽമ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നത്. പിന്നെ ഖുർആൻ തെറ്റി ഓതി എന്ന് എല്ലാവരും പറയാറുണ്ട്. ആർക്കാ തെറ്റുകൂടാതെ ഓതാൻ കഴിയും?